കേരള സർക്കാർ നേരിട്ട് നടത്തുന്ന ഭാഗ്യക്കുറികളല്ലാതെ സംസ്ഥാനത്ത് മറ്റൊരു ലോട്ടറിയും ലഭ്യമല്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ അനധികൃത ലോട്ടറികൾക്കെതിരെ സമരരംഗത്തുള്ളപ്പോഴാണ് എല്ലാ നിയമവ്യവസ്ഥകളെയും വെല്ലുവിളിച്ച് സമാന്തര ലോട്ടറി മാഫിയകൾ കേരളത്തിൽ കളം നിറഞ്ഞു കളിക്കുന്നത്. മടുക്ക, ചട്ടക്കളി തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല പേരുകളിലാണ് ഒറ്റയക്ക ചൂതാട്ടം നടക്കുന്നത്. കാസർഗോഡ് ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇത് വ്യാപകമാണെന്ന വിവരത്തെ തുടർന്നാണ് ഞങ്ങൾ ഇതന്വേഷിച്ച് പുറപ്പെട്ടത്. പോലീസിന്റെ കണ്ണുപിടിച്ച് രഹസ്യ കച്ചവടമാണെന്നാണ് വെയ്പ്പെങ്കിലും ഞങ്ങൾ കണ്ട ഇടങ്ങളിലെല്ലാം പരസ്യമായിരുന്നു കച്ചവടം. ഈ ദൃശ്യങ്ങൾ പകർത്തിയ കുമ്പളയിലെ കച്ചവട കേന്ദ്രങ്ങളെല്ലാം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം അകലെയുള്ളവയാണ്. നിയമത്തിന്റെ നൂലാമാലകളില്ല, കാത്തിരിപ്പില്ല, ഉടനടി സമ്മാനം, ആദായ നികുതി നൽകേണ്ട, പരസ്യപ്രചരണം ആവശ്യമില്ല. ഒറ്റയക്ക ലോട്ടറിയെ ആകർഷകമാക്കുന്ന ഘടകങ്ങൾ ഇവയാണ്. മുടക്കുമുതലിന്റെ 70 ഇരട്ടിയാണ് ഒറ്റയക്ക ലോട്ടറിയിൽ സമ്മാനം. 5 രൂപ മുതൽ എത്ര രൂപ വേണമെങ്കിലും മുടക്കി ലോട്ടറി എടുക്കാം. തീയതിയും തെരഞ്ഞെടുക്കുന്ന നമ്പരും രേഖപ്പെടുത്തി കടക്കാരൻ നൽകുന്ന ഒരു കഷണം കടലാസാണ് ലോട്ടറി. കേരള സർക്കാരിന് ആഴ്ചയിൽ ഒരു നറുക്കെടുപ്പാണെങ്കിൽ ഒറ്റയക്കത്തിൽ ദിവസേന 3 നറുക്കെടുപ്പ്. 57, 65, 67, 68, 69, 05, 03, 04, 50. തന്റെ കടയിൽ നിന്നും വിറ്റുപോയ നമ്പറുകൾ നറുക്കെടുപ്പ് കേന്ദ്രത്തിലേക്ക് ഏജന്റ് വിളിച്ചു പറയുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മുൻപ് കണ്ടത്. എപ്പോൾ ആര് നറുക്കെടുക്കും എന്നൊന്നും ആർക്കും അറിയില്ല. നറുക്കെടുപ്പ് ഉണ്ടാകണമെന്നുമില്ല. സമാനാർഹമായ നമ്പർ ഏജന്റിന്റെ മൊബൈലിലേക്ക് വിളിച്ചു പറയുന്നതോടെ ഒരു നറുക്കെടുപ്പ് പൂർത്തിയാകും. ഞങ്ങൾ നറുക്കെടുക്കാൻ ചെന്ന ദിവസത്തെ ആദ്യ നറുക്ക് 46 എന്ന നമ്പറിനായിരുന്നു. ടിക്കറ്റിന്റെ ഉടമസ്ഥൻ അപ്പോൾ തന്നെ സമ്മാനത്തുക കൈപ്പറ്റി പോവുകയും ചെയ്തു. നറുക്കെടുപ്പിന്റെ രീതിയെപ്പറ്റി ഒരു മുൻകാല ലോട്ടറി കച്ചവടക്കാരൻ: നറുക്കെടുക്കുന്ന വെച്ചാൽ 3 കുടം വെച്ചിട്ട് 3 കുടത്ത് വെച്ചിട്ട് ആൾക്കാരെ കൊണ്ട് വരുന്നവരെ കൊണ്ട് എടുപ്പിക്കണം. ഈ നറുക്കെടുക്കാൻ വരുന്നവരെ കൊണ്ട് എടുപ്പിച്ചിട്ട് അവരെ എടുത്ത നമ്പർ ടോട്ടൽ കൂട്ടിയിട്ട് 3 കുടത്തുനിന്ന് എടുത്ത നമ്പർ കൂട്ടിയിട്ടാണ് ഒരു നമ്പർ ബസ് നമ്പർ പറയുന്നത്. ആ നമ്പർ ഓപ്പൺ ആയിരിക്കും. പിന്നെ ക്ലോസിംഗ് ഉണ്ട്. രണ്ടാമത് ആദ്യം ഒരു നമ്പർ എടുക്കും, അത് ക്ലോസിംഗ്. അത് രണ്ടും കൂടി കൂട്ടിയാൽ നമ്പർ നമ്മളിപ്പോ 2 കൂടി കൂട്ടിയ നമ്പർ പാസ്സേക്ക് നമുക്ക് ആ പൈസ കിട്ടും. സർക്കാർ ലോട്ടറിയുടെ നട്ടെല്ല് തകർക്കുന്ന അനധികൃത ഇടപാടിന് പോലീസിന്റെ ഒത്താശയുണ്ടെന്നാണ് പ്രധാന ആരോപണം. ഒറ്റയക്ക ലോട്ടറിക്ക് പിന്നിൽ അന്തർ സംസ്ഥാന മാഫിയകളായതിനാൽ തന്നെ നാട്ടുകാരും ഇതിനെതിരെ പരസ്യമായ രംഗത്തെത്താൻ മടിക്കുകയാണ്. സർക്കാരിന് കോടികളുടെ നഷ്ടം എന്നതിനേക്കാൾ ഉപരി കാസർഗോഡ് ജില്ലയിൽ ഇതൊരു സാമൂഹ്യ പ്രശ്നം കൂടിയായി മാറിയിട്ടുണ്ട്. ക്യാമറമാൻ സുനിലിനൊപ്പം ആർ സന്ദീപ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.